അൽമായ മുന്നേറ്റം നേതൃത്വം നൽകുന്ന അൽമായ സിനഡ് നടത്തപ്പെടുന്നു. സീറോ മലബാർ സഭാ മെത്രാൻ സിനഡിന് മുന്നോടിയായി എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ ദൈവജനം വിശ്വാസികളുടെ സിനഡ് നടത്തുവാൻ തീരുമാനിച്ചു. 2025 ഓഗസ്റ്റ് 15-16 തീയതികളിൽ നടക്കുന്ന അൽമായ സിനഡിൽ അതിരൂപതയിലെ എല്ലാ ഇടവകകളിൽ നിന്നുമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പങ്കെടുക്കും. 25% വനിതാ പ്രതിനിധികളായിരിക്കും. കേരളത്തിലെ എല്ലാ രൂപതകളിൽ നിന്നുള്ള അൽമായ പ്രതിനിധികളും വൈദികരുടെയും സന്യസ്തരുടെയും പ്രതിനിധികളും നിരീക്ഷകരായി പങ്കെടുക്കും. ഫ്രാൻസിസ് പാപ്പായുടെ നേതൃത്വത്തിൽ നടത്തിയ സിനഡ് ഓൺ സിനഡാലിറ്റിയുടെ അന്തിമരേഖയിലെ ചർച്ചകൾ മുൻനിർത്തിയാണ് അൽമായ സിനഡ് സംഘടിപ്പിക്കുന്നത്. വിപ്ലവാത്മകമായ മാറ്റങ്ങൾക്ക് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ആഗോള കത്തോലിക്ക സഭയുടെ സിനഡ് ഓൺ സിനഡാലിറ്റി അവസാനിച്ചത്. സിനഡൽ സഭയുടെ അടിസ്ഥാന സ്വഭാവം കൂട്ടായ്മ, പങ്കാളിത്തം, ദൗത്യം എന്നിവയാണെന്ന് അന്തിമരേഖ അടയാളപ്പെടുത്തുന്നുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ വിശ്വാസികൾ തങ്ങൾക്കുള്ള രാജകീയ പൗരോഹിത്യ ധർമ്മം നിർവഹിക്കുന്നതിന്റെ ഭാഗമായാണ് സിനഡ് സംഘടിപ്പിക്കുന്നത്. സീറോ മലബാർ സഭയിലെ മേജർ അതിരൂപതയായ എറണാകുളം അങ്കമാലി എല്ലാ കാലത്തും സഭയിലെ നവീകരണ ആശയങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ള അതിരൂപതയാണ്. സീറോ മലബാർ സഭയുടെ പൈതൃകം പങ്കാളിത്ത ഭരണ സംവിധാനമാണ്. അതിലേക്കുള്ള നവമായ കാൽവെപ്പാണ് അൽമായ സിനഡ്. അൽമായ മുന്നേറ്റത്തിന്റെ സെൻട്രൽ കമ്മിറ്റി സിനഡിന്റെ സംഘാടനത്തിന് നേതൃത്വം നൽകും. ബോബി ജോൺ മലയിൽ, അഡ്വക്കേറ്റ് ബിനു ജോൺ മൂലയിൽ, KM ജോൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിവിധ കമ്മിറ്റികൾ സിനഡിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. മീഡിയ കമ്മിറ്റി കൺവീനർ ശ്രീ റിജു കാഞ്ഞക്കാരൻ, ഫിനാൻസ് കമ്മിറ്റി കൺവീനർ ശ്രീ തങ്കച്ചൻ പേരയിൽ, സുവനീർ കമ്മിറ്റി കൺവീനർ ശ്രീ ജോസഫ് ആന്റണി, പ്രോഗ്രാം കമ്മിറ്റി ശ്രീ ഷിജോ മാത്യു, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പ്രൊഫസർ സാൻജോസ്, ഓർഗനൈസിംഗ് കമ്മിറ്റി ശ്രീമതി നിമ്മി ആന്റണി, രജിസ്ട്രേഷൻ, ഫുഡ്, അക്കോമഡേഷൻ കമ്മിറ്റി ശ്രീ വക്കച്ചൻ വാഴക്കാല, മാത്യു മണിപ്പാടൻ, സ്റ്റേജ് കമ്മിറ്റി ബൈജു കുഞ്ഞവര, ലിറ്റർജി ആൻഡ് കൾച്ചറൽ പ്രോഗ്രാംസ് കമ്മിറ്റി ശ്രീ വർഗീസ് കൈതാരത്ത്, ശ്രീ റോക്കി തോട്ടുങ്കൽ എന്നിവരും നേതൃത്വം നൽകുന്ന കമ്മിറ്റികൾക്ക് രൂപം നൽകി അൽമായ സിനഡിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിൽ അൽമായ മുന്നേറ്റത്തിന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്നിട്ടുള്ള സമവായത്തിൽ വിശ്വാസികളും വൈദികരും സമവായ പ്രകാരം സിനഡ് കുർബാന ഉൾപ്പെടെയുള്ള എല്ലാ ധാരണകളും കൃത്യമായി നടപ്പിൽ വരുത്തി കഴിഞ്ഞു. എന്നാൽ സിനഡും മേജർ ആർച്ച് ബിഷപ്പും മാർ ജോസഫ് പാംബ്ലാനിയും ധാരണയിൽ നിന്ന് ഉദയംപേരൂർ, എറണാകുളം സെയിന്റ് മേരീസ് ബസിലിക്ക എന്നിവയുടെ കാര്യത്തിൽ പുറകോട്ട് പോയാൽ സമവായത്തിൽ നിന്നും പൂർണ്ണമായും പിന്മാറാൻ എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ വിശ്വാസികൾ മടിക്കില്ലെന്ന് അൽമായ മുന്നേറ്റം കൺവീനർ ശ്രീ ഷൈജു ആന്റണിയും വക്താവ് ശ്രീ റിജു കാഞ്ഞക്കാരനും മുന്നറിയിപ്പ് നൽകി.